1780 മുതൽ 1784 വരെ നടന്ന രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനു ശേഷം ഇംഗ്ലീഷുകാർ ഹൈദരാബാദ് നൈസാമുമായും മറാത്തകളുമായുള്ള തങ്ങളുടെ ബന്ധം ദൃഢപ്പെടുത്തി. ഇതേ സമയത്ത് ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ 1790 ബ്രിട്ടീഷുകാരുമായി സൗഹാർദ്ദത്തിലായിരുന്ന തിരുവിതാംകൂറിനെ ടിപ്പു ആക്രമിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് അന്നത്തെ ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭു ടിപ്പുവിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇങ്ങനെയാണ് മൂന്നാം മൈസൂർ യുദ്ധം ആരംഭിക്കുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് മഹാരാഷ്ട്രയുടെയും ഹൈദരാബാദ് നൈസാമിൻ്റെയും പിന്തുണ ലഭിച്ചിരുന്നു. ഇംഗ്ലീഷ് സൈന്യം ഡിണ്ടിഗൽ, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് ശ്രീരംഗപട്ടണത്തിലേക്ക് മുന്നേറി. യുദ്ധം തുടർന്നുകൊണ്ടു പോകുവാൻ നിർവാഹമില്ലാതെ ടിപ്പു ഇംഗ്ലീഷുകാരുമായി സന്ധി ചെയ്തു. മൂന്നാം മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താന് കനത്ത നഷ്ടങ്ങളാണ് നൽകിയത്. 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിന് തൻ്റെ രാജ്യത്തിൻ്റെ പകുതിയോളം പ്രദേശങ്ങളും യുദ്ധച്ചെലവിലേക്കായി വലിയൊരു തുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകേണ്ടി വന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിലെ വിജയത്തിലൂടെ മലബാർ, കുടക്, ബരമഹൽ, ഡിണ്ടിഗൽ എന്നീ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. മൂന്നാം മൈസൂർ യുദ്ധത്തിലെ വിജയത്തിനു ശേഷം 1793 കോൺവാലിസ് പ്രഭു ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയി. ഈ സമയത്ത് ടിപ്പു ഫ്രഞ്ചുകാരുമായി ഉറ്റ സമ്പർക്കം പുലർത്തുകയും തൻ്റെ സൈന്യം പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. മൂന്നാം മൈസൂർ യുദ്ധത്തിലെ തൻ്റെ അപമാനകരമായ തോൽവിക്ക് പകരം വീട്ടുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ടിപ്പു സുൽത്താൻ. 1798 ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു തൻ്റെ സബ്സിഡിയറി അലയൻസിൽ അംഗമാകുവാൻ ടിപ്പുവിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ അലയൻസിൽ അംഗമാകുന്ന നാട്ടുരാജ്യങ്ങൾക്ക് സ്വന്തം സേനയെ പിരിച്ചുവിട്ട് ഇംഗ്ലീഷ് സേനയെ അംഗീകരിക്കേണ്ടി വന്നിരുന്നു. കൂടാതെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായല്ലാതെ മറ്റൊരു വിദേശ ശക്തിയുമായും സഖ്യത്തിൽ ഏർപ്പെടാൻ ഈ നാട്ടുരാജ്യങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. തന്മൂലം ടിപ്പു സുൽത്താൻ സബ്സിഡിയറി അലയൻസ് അംഗീകരിക്കുവാൻ വിസമ്മതിച്ചു. ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ 1799 ഏപ്രിൽ 17 മൂന്നാം മൈസൂർ യുദ്ധം ആരംഭിച്ചു. ഇംഗ്ലീഷുകാരും മറാത്തകളും ഹൈദരാബാദ് നൈസാമും ചേർന്ന് 4 ഭാഗത്തു നിന്നും മൈസൂർ ആക്രമിച്ചു. ബ്രിട്ടീഷ് ജനറൽമാരായ സ്റ്റുവർട്ടിൻ്റെയും ഹാരിസിൻ്റെയും നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യം മൈസൂരിൻ്റെ ആസ്ഥാനമായ ശ്രീരംഗപട്ടണം ഉപരോധിച്ചു. ടിപ്പു സുൽത്താൻ്റെ ചില മന്ത്രിമാർ ബ്രിട്ടീഷുകാരുമായി ചേരുകയും ബ്രിട്ടീഷുകാർക്ക് എളുപ്പവഴി ഉണ്ടാക്കുവാൻ കോട്ടമതിലുകൾ ദുർബലപ്പെടുത്തുകയും ചെയ്തു. 60,000-ലധികം വരുന്ന ഇംഗ്ലീഷ് സൈന്യം 1799 മെയ് 4 ശ്രീരംഗപട്ടണം കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചുകയറി. ടിപ്പു സുൽത്താൻ്റെ സൈനിക ഉപദേഷ്ടാക്കൾ രഹസ്യവഴിയിലൂടെ രക്ഷപ്പെടാൻ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അത് വിസമ്മതിച്ചു. ഇംഗ്ലീഷ് സൈന്യത്തോട് ധീരമായി ഏറ്റുമുട്ടിയ അദ്ദേഹം ഒടുവിൽ പടക്കളത്തിൽ മരിച്ചു വീണു. ടിപ്പു സുൽത്താൻ്റെ മരണത്തിനു ശേഷം മൈസൂരിൻ്റെ സിംഹഭാഗവും ബ്രിട്ടീഷുകാർ തങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാക്കി. ടിപ്പു സുൽത്താൻ്റെ കുടുംബാംഗങ്ങളെ വെല്ലൂരിലേക്ക് പെൻഷൻ കൊടുത്ത് പറഞ്ഞയച്ചു. കാനഡ, മൈസൂരിൻ്റെ തീരപ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്ത് പഴയ വോഡയാർ രാജവംശത്തിലെ അംഗമായ കൃഷ്ണരാജ വോഡയാറുടെ കീഴിൽ ബ്രിട്ടീഷ് അധീനതയിലുള്ള ഒരു ചെറിയ രാജ്യം രൂപം കൊണ്ടു. അങ്ങനെ നാലാം മൈസൂർ യുദ്ധത്തിലെ വിജയത്തോടുകൂടി ദക്ഷിണേന്ത്യയാകമാനം ഇംഗ്ലീഷുകാരുടെ അധീനതയിലായി.